എവ്രി വൺ വാണ്ട്സ് ടു ഈറ്റ് ബട്ട് ഓൺലി എ ഫ്യൂ ആർ വില്ലിങ് ടു ഹണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ 99% ആൾക്കാരും അതിനു വേണ്ടിയിട്ട് ഒരാക്ഷനും എടുക്കാതിരിക്കുകയാണ്. ഒരു ഫ്രോസൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പലരും നിൽക്കുന്നത്. ദ പ്രോബ്ലം ഈസ് വിത്ത് അവർ ആറ്റിറ്റ്യൂഡ്. ദ പ്രോബ്ലം ഈസ് വിത്ത് അവർ അപ്രോച്ച്. എപ്പോഴും ഒരാൾക്കൂട്ടം ഉണ്ടാകും, ബട്ട് ദ ലയൺ സ്റ്റാൻഡ്സ് എലോൺ. എപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടാവും, ബട്ട് ഓൺലി സം ആർ റെഡി ടു ഫേസ്. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഗോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നവർ വളരെ കുറവായിരിക്കും. ദോസ് പീപ്പിൾ ഹാവ് ലയൺ മൈൻഡ് സെറ്റ്. കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ പരാതി പറയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ പരിശ്രമിക്കാതിരിക്കുക. ബട്ട് ദോസ് വിത്ത് ലയൺ മൈൻഡ് സെറ്റ്, ദേ സ്റ്റാൻഡ് എബവ് ദ പ്രോബ്ലംസ്. അവർ പ്രശ്നങ്ങൾക്ക് മുകളിൽ നിൽക്കും. അവരൊരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞോടുന്നവരല്ല, ദേ ആർ ജസ്റ്റ് റെഡി ടു ഫേസ് ഇറ്റ്. സിംഹം ഒരിക്കലും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കില്ല, അതിൻ്റെ ഇരയിൽ നിന്ന് കണ്ണെടുക്കില്ല. അത് തന്നെ മനസ്സിലുറപ്പിച്ച് മുമ്പോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അതിനു മുമ്പിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും നേരിടേണ്ടവയാണ്, അതിൽ നിന്ന് ഓടി മാറേണ്ടവയല്ല. നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ പരിശീലനം നൽകുന്ന ആൾ പറയും, നിങ്ങൾ അങ്ങ് അകലേക്ക് നോക്കി സൈക്കിൾ ചവിട്ടണം, പെഡലയിൽ നോക്കരുത്, തൊട്ടു താഴെയുള്ള കല്ലും കുറ്റിയിലും ഒന്നും നോക്കരുത്, നിങ്ങൾ അങ്ങ് അകലേക്ക് നോക്കി വേണം സൈക്കിൾ ചവിട്ടാൻ. അതുതന്നെയാണ്, ഞാൻ തൊട്ടു താഴെയുള്ള പ്രശ്നങ്ങളെ കാണുന്നില്ല, അങ്ങ് അകലെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോഴും നല്ല പണ്ടും ടെലിവിഷൻ ചാനൽ ഒരു കാലത്ത് എൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അതിന് നേരിട്ട നാണക്കേടുകളും പരാജയങ്ങളും ഒന്നും എന്നെ തളർത്തിയില്ല. ഞാൻ അവിടെ ഒരു ദിവസം എത്തണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യുക, കഠിനമായി അധ്വാനിക്കുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്ന് തന്നെ ചിന്തിച്ച് ഇപ്പോഴും എൻ്റെ മുമ്പിൽ കുറേ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെയും പ്രതിസന്ധികളെ ഒന്നും കാര്യമാക്കുന്നില്ല. ലയൺ ഈസ് എ റിയൽ ഫൈറ്റർ. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, മുമ്പോട്ട് ഓടണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഫൈറ്റർ, ഈ പോരാളി പുറത്തു വരണം. അവിടെ സംശയങ്ങൾക്കിടയില്ല, അവിടെ കൺഫ്യൂഷൻസിനിടയില്ല. ദേ ആർ ജസ്റ്റ് ഡിറ്റർമൈൻഡ്. ആ ഒരു ഡിറ്റർമൈൻഡ് സ്റ്റേറ്റിലേക്ക്, ആ ഒരു സ്ട്രോങ് കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റണം. ഓൺലി ദെൻ വി ആർ ഗോയിങ് ടു വിൻ. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും ചുറ്റുമുള്ള ലോകവും പലതും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ ഫോക്കസ് മാറ്റാൻ. ബട്ട് ദ ഫൈറ്റർ ഡസൻറ്റ് ഗിവ് അപ്പ്. ഈ യാത്രയിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും, പലതിലും തട്ടി വീഴും. ബട്ട് ബി ലൈക്ക് എ റിയൽ ലയൺ, ബി ലൈക്ക് എ റിയൽ ഫൈറ്റർ, ഫേസ് ദ പ്രോബ്ലംസ്. സിംഹം കാട്ടിലെ ഏറ്റവും വലിയ ജീവിയോ, ഏറ്റവും ഉയരം കൂടിയ ജീവിയോ, ഏറ്റവും വേഗതയുള്ള ജീവിയോ ആയിട്ടല്ല തലയുയർത്തി നിൽക്കുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് സ്ട്രോങ് ബിലീഫ്, ഇറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് ദ കോൺഫിഡൻസ്. ആർക്കും തൊടാൻ പറ്റാതെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു കോൺഫിഡൻസിലാണ് സിംഹം തലയുയർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റെല്ലാത്തിൽ നിന്നും കണ്ണെടുത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ കണ്ണുറപ്പിക്കുക. സ്റ്റാൻഡ് അലോൺ, ഹാവ് യുവർ ഐസ് ഓൺ ടാർഗറ്റ്. മറ്റാരെയും പേടിക്കരുത്, മറ്റൊന്നിനെയും പേടിക്കരുത്. കോൺക്വർ ദ ഫിയർ, കോൺക്വർ യുവർ ഡ്രീംസ്. ബിക്കോസ് എവ്രിബഡി വാണ്ട്സ് ടു ഈറ്റ്, ബട്ട് only a few are willing to hunt. Be a real fighter, be a real hunter, and start chasing your dreams today. Inspiring